സർക്കാർ നടപ്പാക്കുന്ന പ്രിയദർശിനി സ്കീം സ്ത്രീകളുടെ KSRTC സൗജന്യ യാത്രയ്ക്ക് ചാരുമൂട്ടിൽ ചുനക്കര തെക്ക് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകലും യാത്രക്കാർക്ക് മധുര വിതരണവും നടത്തി. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹരിപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് ചാരുമൂട്ടിൽ തുടക്കമായപ്പോൾ ചുനക്കര തെക്ക് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSRTC ബസ്സിന് സ്വീകരണവും യാത്രക്കാർക്ക് മധുര വിതരണവും നടത്തി. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹരിപ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ അഴിമതി ഇല്ലാതെയാക്കുന്നതിനോ ആഭ്യന്തര ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിനോ ഒന്നും കഴിയാതെ ലഹരി മാഫിയയുടെ പിടിയിൽ കേരള സംസ്ഥാനം ഞെരിഞ്ഞമർന്നപ്പോൾ നമ്മുടെ വളർന്നു വന്ന പുതിയ തലമുറയാകമാനം കലാലയങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമകളായി ബാറുകളിലും അതേപോലെ തന്നെ ഉത്സവ വേളകളിലുമെല്ലാം ലഹരിയുടെ കൂത്തരങ്ങാക്കി മാറ്റിയ കേരള സമൂഹം, അതിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലിയ തോതിലുള്ള ധനസമ്പാദനം നടത്തി ആ ധനസമ്പാദനം പാർട്ടിക്ക് ദൃഢപ്രതിജ്ഞയെടുത്തുകൊണ്ട് കേരളത്തിലെ സാധാരണ ജനങ്ങൾ രംഗത്ത് വന്നപ്പോൾ ആ യുവജനങ്ങൾ, തൊഴിലില്ലാത്ത ആളുകൾ, ഈ പറഞ്ഞതുപോലെ മദ്യത്തിന്റെയും മയക്കുമരുന്നിനും അടിമകളായി കുടുംബത്തിൽ അശാന്തി പരത്തിക്കൊണ്ടുപോകുന്ന വിദ്യാർത്ഥി സമൂഹത്തിലെ രക്ഷിതാക്കൾ അടക്കമുള്ളവർ, ആശാവർക്കർമാർ, അംഗനവാടിക്കാർ, പാചക തൊഴിലാളികൾ തുടങ്ങി കേരളത്തിലെ കശുവണ്ടി ഫാക്ടറിയിൽ ജോലിയിൽ ചെയ്യുന്ന തൊഴിലാളികൾ അടക്കമുള്ള സർവ്വ ആളുകളും ഒരേ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കടക്കണിയിൽ നിന്ന് 6 ലക്ഷം കോടിയിൽ പരം രൂപ പൊതുകടമുണ്ടാക്കി വെച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട് ചുനക്കര തെക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം നടക്കാൻ പോവുകയാണ്. അതിൽ ബഹുമാന്യരായ യാത്രക്കാർ ഉൾപ്പെടെ യാത്രക്കാർക്ക് ലഡു വിതരണമുണ്ട്. അതെല്ലാം സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് S. സാദിഖ് അധ്യക്ഷനായി. രാജു ചെറിയാൻ, ഇബ്രാഹിം കുട്ടി, അച്ഛൻകുഞ്ഞ്, രതീഷ് കുമാർ കൈലാസം, ബിനു, P. വിശ്വനാഥൻ നായർ, സലീന കരീം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് ചാരുമൂട്.